A bad system will beat a good person over time. ഇത് പറഞ്ഞിരിക്കുന്നത് വില്യംസ് എഡ്വേർഡ് ഡെമി ആണ്. ഹീസ് എ അമേരിക്കൻ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിസ്റ്റങ്ങളെ കുറിച്ചാണ്. An effective system will provide consistency and direction. നമുക്ക് ലൈഫിൽ കൺസിസ്റ്റൻസി ഡയറക്ഷൻ കൊണ്ടുവരുന്നൊരു സംഭവമാണ് നമ്മുടെ ഒരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്യണം. നമ്മൾ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കറിയാം, പ്രോഗ്രസ് എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ നടക്കുന്നൊരു സംഭവമാണ്. അതായത് നമുക്കറിയാം, ഒരു പ്രോഗ്രസ് ഇപ്പോൾ ഇന്നലത്തെക്കാട്ടിയും എനിക്കുന്നുണ്ടായ മാറ്റം എന്താണെന്ന് എനിക്ക് ഇപ്പം നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷെ ഒരു മാസം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ലൈക്ക് പ്രോഗ്രസ് ഈസ് എ ഡെയിലി നമുക്ക് കിട്ടുന്ന ഫീലിംഗ് അല്ല, ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിയേണ്ട സംഭവമാണ് അത്. അത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്കൊരു പിക്ചർ കാണിച്ചു തരാം. ദിസ് ഈസ് ടെറേറിയം. ഒരു ഗ്ലാസ് ജാറിലുള്ളത് വളരെ മനോഹരമായിട്ട് കുറച്ച് പ്ലാന്റ്സും കുറച്ച് റോക്കുകളും കുറച്ച് സോയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊരു എക്കോസിസ്റ്റമാണ്. ഈ എക്കോസിസ്റ്റം മീൻസ് ഇവിടെ നടക്കുന്നത് ഒരു പ്രോഗ്രസ് തന്നെയാണ്. കാരണം ഇതിലുള്ളൊരു സീഡ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരാൻ ഒരുപാട് സംഭവങ്ങൾ ആവശ്യമാണ്. സോ ഈ ടെറേറിയത്തിന് നമ്മളിതൊരു കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് സസ്റ്റെയിൻ ഗ്രോത്ത് ആവശ്യമാണ്, നമുക്ക് വേണ്ട പോലെ തന്നെ. അതുപോലെ ബാലൻസ് ചെയ്തിരിക്കണം അവിടെ. ഹ്യൂമിഡിറ്റി, അതുപോലെ റീസൈക്കിൾ ന്യൂട്രിയൻസ്, ആ ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റ് അവിടെ റീസൈക്കിൾ ചെയ്തിരിക്കണം. അപ്പോഴാണ് അവിടെ ഒരു ഇക്വിലിബ്രിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, എന്നാലേ അവിടെ ഫോട്ടോസിന്തസിസും അതുപോലെ റെസ്പിറേഷനൊക്കെ നടക്കുള്ളൂ. ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് നടന്നാലേ ഇവിടെ ഒരു സസ്റ്റെയിൻ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതിന് ഓവർ സൺലൈറ്റ് കിട്ടിയാൽ വാടി പോകാനൊക്കെ ചാൻസ്. സോ ഇറ്റ് മീൻസ് നമ്മളെ മനുഷ്യന്മാരതേലും നമ്മൾ ഈ ഒരു സാധനം ബിൽഡ് ചെയ്തിരിക്കണം. എപ്പോഴും നമ്മൾ മോട്ടിവേഷന് പുറത്തുനിന്നൊരു എല്ലാം നമ്മൾ അധികമായിട്ട് കൊണ്ടുവരരുത്. അതിപ്പോൾ നമ്മൾ എല്ലാത്തിലും ഇപ്പം ടെറേറിയത്തിൽ ബാലൻസ് ചെയ്തു, ഇപ്പോൾ ഹാർമണി ആൻഡ് ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്ത പോലെ നമ്മളെ ലൈഫിൽ നമ്മൾ വർക്ക്, റെസ്റ്റ്, റിലേഷൻഷിപ്പ്, അതുപോലെ സെൽഫ് കെയർ, ഇതൊക്കെ നമ്മൾ നല്ലതുപോലെ ബാലൻസ് ചെയ്ത് പോയാലേ നമുക്കും അവിടെ ഒരു സസ്റ്റെയിൻ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതിന് അർത്ഥമാക്കണത് ഒരു സ്ട്രക്ചറായിട്ടുള്ള റൂട്ടീനോ അല്ലെങ്കിൽ ഹാബിറ്റുകളോ അല്ലെങ്കിൽ മെത്തഡോളജീസോ, അത് ഈ ഒരു 3 സംഭവങ്ങളും, അതായത് റൂട്ടീൻസ്, ഹാബിറ്റ്സ്, മെത്തഡോളജീസ് ദാറ്റ് ഹെൽപ്സ് അച്ചീവ് പേഴ്സണൽ ഗോൾ ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഒരു പ്രൊഡക്ടിവിറ്റിയോ അല്ലെങ്കിൽ പേഴ്സണൽ ഗോളോ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന റൂട്ടീൻസ്, ഹാബിറ്റ്, മെത്തഡോളജീസ്, അതുപോലെ അത് ഈ 3 സംഭവം സ്ട്രക്ചറായിട്ട് കൊണ്ടുപോകാം. അത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഒരു സിസ്റ്റം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്താ വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിഫൈ ഏരിയ. നമ്മൾ എന്ത് ഏരിയയാണോ ഒരു ഏരിയ എന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഫിറ്റ്നസ് നമ്മൾ ഏരിയ ആയിട്ട് കണക്കാക്കാം. അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ഗോൾസ് ഇൻ ടു ആക്ഷനബിൾ സ്റ്റെപ്സ്. അതുപോലെ ഇപ്പം ഫിറ്റ്നസിൻ്റെ കേസിലാണെങ്കിൽ അത് എക്സസൈസിങ് ആണ്. തേർഡ് സ്റ്റെപ്പ് ഡിസൈൻ റൊട്ടീൻ. ഇപ്പം ഈ എക്സസൈസ് നമ്മൾ എപ്പം ചെയ്യണം, എങ്ങനെയൊക്കെ
അതിന് റൊട്ടീൻ തരും. അതുപോലെ റെഗുലേറ്റ്, അസസ് പ്രോഗ്രസ് ആൻഡ് അഡാപ്റ്റ് ദ സിസ്റ്റം ടു ഇൻവോൾവ് നീഡ്സ്. ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തിയും ഒക്കെ നമ്മൾ ഈ സിസ്റ്റം നമ്മൾ മാറ്റും. അതുപോലെ പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. പിന്നെ ടിപ്പായിട്ട് പറയുന്നത്, ഈ ഒരു റൂട്ടീൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഫോളോ ചെയ്യാൻ ഈസി ആയിരിക്കണം. എന്ത് സംഭവം തുടങ്ങുമ്പോഴും അത് ഈസി ആയിട്ട് നമുക്ക് തുടങ്ങാൻ ശ്രമിക്കാം. ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിരിക്കണം. സോ ഇത് ഇത്രേ ഉള്ളൂ. ബേസിക്കലി ഇത് പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്തെടുക്കാം. അതിനുള്ളിൽ നമ്മൾ സിസ്റ്റം, ഈ അറ്റ്മോസ്ഫിയർ മീൻസ് നമുക്ക് ശാന്തത നൽകുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ദെൻ ഇതൊക്കെയാണ് നമ്മുടെ സക്സസ്സിൽ ഉണ്ടാകുക. അല്ലാണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ പോലെയാണ്. എന്നാലും ഒരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് അതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണ പോലെയാണ് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഓൾ. അടുത്ത വീഡിയോയിൽ കാണാം.